അള്ളാഹുവിൻ്റെ തിരുദൂതർ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അതദറൂന മൽ മുഫ്ലിസ്, ആരാണ് പരമദരിദ്രർ എന്ന് നിങ്ങൾക്കറിയാമോ? പാപ്പരായവർ, ഒന്നുമില്ലാത്തവർ നിങ്ങൾക്കറിയാമോ? അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീന മല്ലാ ദിർഹമ ലഹു വലാ മത്താ. ഞങ്ങളുടെ കൂട്ടത്തിൽ ദരിദ്രർ, പാവപ്പെട്ടവർ എന്നൊക്കെ പറഞ്ഞാൽ അവന് ദിർഹമുമില്ല, പിന്നെ മറ്റു ചരക്കുകളൊന്നുമില്ല, അവരെ കുറിച്ചാണ് ഞങ്ങൾ പറയാറ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, അവർക്ക് മനസ്സിലാക്കി കൊടുത്തു, എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആഖിറത്തിൽ ചെന്നുപെട്ടാൽ നമ്മൾ മരണശേഷമുള്ള നമ്മുടെ അവസ്ഥ, നമ്മുടെ അവിടുത്തെ കറൻസി, അവിടുത്തെ ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ നന്മകൾ മാത്രമാണ്. ഇപ്പം ഞങ്ങൾ പറയാണ്, ഒരാൾ ആഖിറത്തിൽ വരും, അള്ളാഹു അന്ത്യനാളിൽ ഒരാൾ വരും, അയാൾക്ക് നിസ്കാരമുണ്ടാകും, നോമ്പുണ്ടാകും, സക്കാത്ത് ഉണ്ടാകും, മറ്റു പല കാര്യങ്ങളും, ഒരുപാട് നന്മകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഒരുപാട് ഹസനാത്തുകളുമായി ഒരാൾ ആഖിറത്തിൽ വരുന്നു. എന്നാൽ അതേ മനുഷ്യൻ തന്നെ ഖദ് ശതമഹാദ വ ഖദഫഹാദ വ അകല മാലഹാദ, ഇന്നാലിന്നയാളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, അവനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ സമ്പത്ത് അടിച്ചു മാറ്റിയിട്ടുണ്ട്, അവൻ്റെ അഭിമാനം പിച്ചു ചീന്തിയിട്ടുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയുകയും അസഭ്യം പറയുകയും ഗീബത്ത് പറയുകയും നമീമത്ത് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അവൻ. അങ്ങനെ ഇവർ രണ്ടുപേരും, ഇവൻ പറയപ്പെട്ട ആളുകളെ ഒരുമിച്ച് കൂട്ടും, ഈ പറഞ്ഞ ആളും ഉണ്ടാവും. അവൻ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അവൻ്റെ നന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആരെയാണോ ആക്ഷേപിച്ചത് അവർക്ക് വിതരണം ചെയ്യും. ഓരോരുത്തർക്കും അങ്ങനെ വിതരണം ചെയ്യും. അങ്ങനെ അവൻ്റെ നന്മകൾ തീരും, അത് അവസാനിക്കും. പിന്നീട് എന്നിട്ടും ഇവൻ പരിഹസിച്ചവർ, ഇവൻ ഗീബത്ത് പറഞ്ഞവർ ബാക്കിയാവുകയാണെങ്കിൽ അവരുടെ തിന്മകൾ ഇവൻ ഇട്ട് കൊടുക്കും. അങ്ങനെ ഒന്നുമില്ലാത്തവനായി, എല്ലാം ചെയ്ത് തികഞ്ഞു പോയിട്ട് ഒന്നുമില്ലാത്തവനായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവനാണ് മുഫ്ലിസ്. അങ്ങനെ അവനെ നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകപ്പെടും. ഈ ഹദീസിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, ഓൾറെഡി നമ്മുടെ അമലുകൾ, നമ്മുടെ ഹസനാത്തുകൾ വളരെ കുറവാണ്. പിന്നെ ഉള്ള അമല് കൂടെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുക, അവരെക്കുറിച്ച് മോശമായത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, എഴുതിക്കൊണ്ടേയിരിക്കുക, അത് ഷെയർ ചെയ്യുക, ഈ ഒരു പ്രവണത എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ മാറ്റിയേ പറ്റൂ. ഇല്ലെങ്കിൽ അവിടെ ആഖിറത്തിൽ നമ്മുടെ കറൻസി, നമുക്ക് ചെലവഴിക്കാനുള്ള സാധനം, നമ്മുടെ നന്മകൾ മാത്രമാണ്. അത് കാരണമായി മാത്രമാണ് നമ്മുടെ സ്വർഗം നിശ്ചയിക്കപ്പെടുന്നത്, അള്ളാഹുവിൻ്റെ ലിഖാ നിശ്ചയിക്കപ്പെടുന്നത്. അത് നഷ്ടപ്പെടുത്തുന്ന ഒരു രീതി നമ്മളിൽ നിന്ന് ഉണ്ടാവരുതേ എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹുവേ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.